പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണത്തിന്റെയും പരിഷ്കരണ നിർദ്ദേശങ്ങളുടെയും കാലമാണ്. സ്കൂൾ സമയം മാറി, വേനലവധി മാറ്റി മഴക്കാല അവധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ദാ ഇപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സും മാറുന്നു. തിരുവനന്തപുരത്ത് തൈക്കാട് മോഡൽ HSLP സ്കൂളിലെ ചില ക്ലാസ് മുറികൾ നമുക്കൊന്ന് കണ്ടുവരാം. കോവിഡിന് ശേഷം സ്കൂൾ റീഓപ്പൺ ചെയ്തില്ലേ, ആ സമയം മുതൽ നമ്മുടെ ക്ലാസ് റൂം എല്ലാം ഇങ്ങനെ തന്നെയാണ്. ടീച്ചറിന് കുട്ടികളുമായിട്ട് കൂടുതൽ ഒരു ഇൻട്രാക്ഷന് വേണ്ടി നമ്മൾ ഈ യു ഷേപ്പിനാണ് അന്നേ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ടീച്ചറിന് കാണാൻ പറ്റുന്നുണ്ട്, അല്ല അവർ ഫ്രണ്ട്സിൽ തമ്മിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. ക്രിയേച്ചേഴ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്. വേഗം കംപ്ലീറ്റ് ചെയ്തോ. കൗവിന്റെ ഫുഡ് ഗ്രാസ് ആൻഡ് ഹേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതന്നെ ഇഷ്ടം. ഇവിടെ നിന്ന് നോക്കിയാൽ ടീച്ചർമാരെയും ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് കാണാനും കഴിയും, ബോർഡൊക്കെ പെട്ടെന്ന് കാണാനൊക്കെ കഴിയും. നേരത്തെ ബാക്ക് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്ന രീതിയിലായിരുന്നു, ഇപ്പൊ മാറ്റിയപ്പോൾ സന്തോഷമുണ്ട്. സ്ക്വിറലിന്റെ ഫുഡ് എന്താണ്? എനിക്കും ഇങ്ങനെ ഇരിക്കുന്നതന്നെ ഇഷ്ടം. നേരെ നോക്കിയാൽ ഫ്രണ്ട്സിനെയൊക്കെ കാണാം, ടീച്ചറിനെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ചുറ്റും ഫ്രണ്ട്സൊക്കെ ഇരുന്ന് നല്ലോണം പഠിക്കാനൊക്കെ പറ്റും. നമുക്ക് പിന്നെ പഠിക്കാൻ നേരത്ത് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്ന് പഠിക്കാം. പിന്നെ ടീച്ചർമാരും നന്നായി കാണാൻ പറ്റും, ബോർഡ് നന്നായി കാണാൻ പറ്റും. ഈഗിളിന്റെ ഫുഡ് എന്താ? ഫിഷ്, സ്നേക്ക്, ഫോക്സ്, സ്മോൾ ബേർഡ്. സ്ഥിരമായിട്ട് സൈഡിൽ തന്നെ സൈഡ് ബെഞ്ചുകാരുണ്ടെങ്കിൽ അവർക്ക് ബോർഡ് നോക്കാൻ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഓരോ പീരീഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുക, പീരീഡ് തന്നെ അവർ സീറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നില്ല. മിക്കവാറും എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണ്. പിന്നെ ചില ക്ലാസ്സിലുള്ള ഫർണിച്ചറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെയല്ല, ഡെസ്കും ബെഞ്ചും അല്ല. അങ്ങനെയുള്ള ക്ലാസ്സിൽ ഇത് പോസിബിൾ അല്ലാതെ ഉണ്ട്. 30 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ ഇത് പോസിബിളാണ്, പക്ഷേ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ ഇത് പോസിബിൾ ആവത്തില്ല. LP സ്കൂളിനെ സംബന്ധിച്ചുള്ള ഇത് തന്നെയാണ് കറക്റ്റ്. UP ഹൈസ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തേണ്ടി വരും. കുഞ്ഞു കുഞ്ഞു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ നടപ്പാക്കാൻ ആലോചിക്കുന്നത് നല്ല ഉദ്ദേശമാണ്. വിദഗ്ധ സമിതി റിപ്പോർട്ടൊക്കെ വരട്ടെ, നമ്മുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾ തുല്യത ഉറപ്പാക്കട്ടെ. സജീവ് മാറിനൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.